സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രേഡിംഗ് ഇൻസ്പയറിൻ്റെ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടത് വലിയൊരു ഫാളിംഗ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മാർക്കറ്റ് പോയിട്ടില്ല. എല്ലാ ഇൻഡെക്സുകളും നല്ലൊരു ഫാളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെൻസെക്സ് 824 പോയിൻ്റ്, മിഡ് ക്യാപ് നിഫ്റ്റി 365, ഫിൻ നിഫ്റ്റി 130 പോയിൻ്റ്, ബാങ്ക് നിഫ്റ്റി 303 പോയിൻ്റ്, നിഫ്റ്റി 263 പോയിൻ്റ്. ഓവറോൾ ഇന്നൊരു വലിയൊരു തകർച്ചയിലേക്കാണ് ഇന്ന് മാർക്കറ്റ് പോയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊരു കാരണവും ഇന്ന് മാർക്കറ്റിൽ ഒരു സാമ്പത്തിക വിദഗ്ധനും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ടറൽ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ IT സെക്ടറാണ്, ഫിനാൻസ് സെക്ടർ ആണെങ്കിലും, ടെക്സ്റ്റൈൽസ് ആണെങ്കിലും, കെമിക്കൽസ് ആണെങ്കിലും, ഫാർമ ആണെങ്കിലും എല്ലാ മേഖലയിലും ഇന്നൊരു കംപ്ലീറ്റ് തകർച്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എല്ലാ മേഖലയിലും എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു അനലൈസും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം ഒന്ന്, അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് മാർക്കറ്റ് കാതോർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒരു ബജറ്റ് അവതരണം ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതും മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുകയാണെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇതിൽ ഏതായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. നാളെ 28/1/2025 മാർക്കറ്റ് എങ്ങനെ പോകും എന്നുള്ളത് ചെറിയൊരു പ്രഡിക്ഷനാണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നാളെ ഇന്ന് 22,800 വെച്ചിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ടിന് ശ്രമിച്ചിട്ടുണ്ട്. 22,800 നാളെ ഈ ഒരു ലെവല് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ, 22,800 താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടുന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് ഇവിടെ വരെ പോകും. അവിടുന്ന് ഒരു ചെറിയൊരു 5 കാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ, ഗ്രീൻ 5 കാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത 23,093 വരെ 23,100 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സെല്ലിങ്ങിനും നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പം കാര്യമായിട്ടുള്ള ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നമുക്ക് സെൻസെക്സ് ആണ് പറയാനുള്ളത്. സെൻസെക്സിൽ നിഫ്റ്റിയുടെ അതേ ചാർട്ടിൻ്റെ അതേ കോപ്പി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് സെൻസെക്സ് പറയാം. സെൻസെക്സിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഒരു 75,300 വെച്ചിട്ട് അത് ഒരു സപ്പോർട്ടിന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നാളെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ തന്നുകൊണ്ട് ഇവിടുന്ന് മുതൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ തന്നുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടുന്ന് ഒരു കൺസോളിഡേഷൻ എടുത്തുകൊണ്ട് പിന്നെ ഇവിടെ വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കാം. നിഫ്റ്റി സെൻസെക്സിൻ്റെ നാളത്തെ ഒരു ചെറിയ പ്രഡിക്ഷനാണ്. മാർക്കറ്റ് എങ്ങോട്ട് ആവുന്നുണ്ടെങ്കിലും നമുക്ക് എന്താക്കാം, നമുക്ക് ട്രേഡ് എടുക്കാമല്ലോ. പുട്ട് ഓപ്ഷൻ ആണെങ്കിലും